എല്ലാവർക്കും നനുമുനാസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നനുവിൻ്റെ മുന്നേടെയും എക്സാം കഴിയുന്ന ദിവസമാട്ടോ. എക്സാം കഴിയുന്ന ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് വൈകുന്നേരം അവരെ ഒരു ഡേ റുട്ടീനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് മോർണിംഗിൽ അവർ പോകുന്ന ഒരു തിരക്കും എനിക്ക് എത്രമാത്രം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും എടുക്കാൻ പറ്റുന്ന അത്ര ഞാൻ എന്തായാലും എടുക്കുന്നതാണ്. അപ്പം മോർണിംഗ് റുട്ടീൻ അവർ വൈകുന്നേരം വരുന്നതും അവരുടെ എക്സാം കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ എക്സാമിൻ്റെ റുട്ടീൻ കണ്ടല്ലോ. എല്ലാവരും എക്സാമിൻ്റെ റുട്ടീൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. എക്സാമിൻ്റെ റൂട്ടീൻ ഞാൻ ഇട്ടിട്ടുണ്ട്, പഠിക്കുന്നതും കാര്യമായിട്ട്. അപ്പോൾ ഇന്നൊന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ട്യൂഷൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തായാലും അവർ എക്സാം കഴിഞ്ഞ് വരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ കാണിച്ചു തരാം കേട്ടോ. പ്രത്യേകിച്ച് മുന്നിക്കായിരുന്നു എക്സാം തീരുന്നത്. ഞാനൊരു ഒരു എക്സാം കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതേ രണ്ടുപേരെയും രാവിലെ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ഒരു 6 മണിക്കാട്ടോ എനിക്ക് ചെയ്യുന്നത്. 6 മണി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ 6 മണി എന്ന് പറയുമ്പോൾ നേരം വെളുക്കത്തില്ല, ഇരുട്ടായിരിക്കും. അത് കാരണം ഇങ്ങനെ അവിടെ ഇവിടെയും കുത്തിപ്പിടിച്ചിരിക്കുക കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുത്തിപ്പൊക്കി ഞാൻ ഇനി പഠിപ്പിക്കാനായിട്ട് ടേബിളിലേക്ക് ഇരുത്തണ പാടുണ്ടല്ലോ. ദേ കഴിഞ്ഞു. അങ്ങനെ ദേ കഷ്ടപ്പെട്ട് ദേ കസേര വരെ എത്തിച്ചു. ബുക്കൊക്കെ തുറന്നിരിക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ രണ്ടുപേരെയും ഞാൻ വൈകുന്നേരം പിറ്റേ ദിവസം രാത്രി എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടേ കിടത്തത്തുള്ളൂ. ഒരു 9:30 ആകുമ്പോൾ കിടക്കും. പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിക്ക് വിളിച്ച് എണീപ്പിച്ചിട്ട് ഒരു 6:30 6:45 വരെ ഇരുന്ന് പഠിക്കും. അതായത് എല്ലാം തലേദിവസം പഠിച്ചതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങളുടെ ജനലിലേക്ക് കൂടി നോക്കിയാൽ ഞങ്ങളുടെ ലവ് ബേർഡ്സിനെ കാണാം. അപ്പോൾ അവിടെ അവർ തല്ല് പിടിക്കുന്നത് നോക്കി നിൽക്കണേക്കാണ് രണ്ടുപേരും കൂടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉടനെ അവർ റെഡിയാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ഗോതമ്പ് ദോശയും കട്ടച്ചമ്മന്തി ആട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് രണ്ടുപേർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ അവർ ബ്രെഡും ജാമുമാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടനത് അവിടെ റെഡിയാക്കുക. എക്സാമൊക്കെ കഴിഞ്ഞു. ഇതേ രണ്ടുപേരും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദിവസം റെസ്റ്റ് കൊടുത്തേക്കുന്നത്, ട്യൂഷൻ വിട്ടില്ല. ഈ TV കണ്ടു എൻ്റെ ഇഷ്ടത്തിന്. ഞാൻ ഉണ്ടായിരുന്നില്ല, അതൊക്കെ വീഡിയോ എടുക്കണമെന്ന് ഓർത്തായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം അപ്പോൾ എന്തായാലും ഇവിടെ കളിക്കുക കേട്ടോ. എന്താ കളിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കളി എന്താണ് അവർ കളിക്കുന്നത് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്തിട്ട് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ പണ്ട് കുഞ്ഞിലെപ്പോഴും ഞാനൊക്കെ ഒരുപാട് കളിച്ചിട്ടുള്ള കളിയാണ്. അങ്ങോട്ട് തിരിഞ്ഞേക്ക്. അമ്മയാട്ടോ ഇടണേ. ഞാനെടുത്ത ചൂടെന്ന് പറഞ്ഞപ്പോൾ രണ്ടും അതിൻ്റെ ഉള്ളിൽ പോയത്. എൻ്റെ ചെടികളല്ലേ തുളസി മണ്ണ് കുഴിച്ചു നോക്കോ ഇനി. അയ്യോ മുന്നൊക്കെ ചൂട് ഞാൻ കണ്ടു. തൊട്ടടുത്തിട്ട് അവിടെ ആരും കണ്ടില്ല. നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു നേരത്തെ. തണുപ്പ് അങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ ഒരാടുത്ത് എന്താ പരിപാടി? എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, എന്താ പരിപാടി? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? അങ്ങനെ അപ്പോൾ ദേ പിന്നിട്ട് കളി അതായിരുന്നു കേട്ടോ. പിന്നിട്ട് കളിയൊക്കെ കഴിഞ്ഞ് ദേ ഫ്രഷായി ഇപ്പോൾ ദേ വീടിനകത്ത് കയറിയൊക്കെ കേട്ടോ. ഇതിപ്പോൾ വീടിനകത്ത് കയറി ഇത്ര ദിവസം എല്ലാവർക്കും നല്ല സമാധാനമായിരുന്നു. ഈ സമയത്തൊക്കെ ഞങ്ങൾ ടേബിളിൽ വട്ടം കൂടി ഇരുന്ന് പഠിക്കുകയായിരിക്കും. ഇപ്പോൾ ദേ അച്ചാച്ചന് TV-യിലെ വോളിയോ അച്ചാച്ചൻ മിണ്ടാരിടാന്ന് പറയുന്നുണ്ട്. എവിടെ നിന്ന് അച്ചാമ്മയ്ക്കും തലക്ക് സൗകര്യമില്ല, അച്ചാച്ചനും തലക്ക് സൗകര്യമില്ല. നല്ല ബഹളമാണ്. ഡിന്നറാന്നേ ഉള്ളൂ. വീട്ടിലെ ഡിന്നർ.
നിന്നാ തിന്നണേന്നേ ഉള്ളൂ രണ്ടുപേരും. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഒന്നും അഴിച്ചിട്ടില്ല കേട്ടോ. അത് ഇങ്ങനെ നല്ല ഭംഗിയല്ലേ, അവൻ അഴിക്കാൻ തോന്നണില്ല. ഞങ്ങളുടെ മുറ്റത്ത് സ്റ്റാർ അഴിച്ചു മാറ്റിട്ടോ. സ്റ്റാർ അഴിച്ചിട്ടത് ഇപ്പം അല്ല, അതും മാറ്റിയിട്ടില്ല. പിന്നെ അതെ ഇതും മാറ്റിയിട്ടില്ല. അത് കുട്ടിയുടെ മാറ്റാൻ പോയതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടാട്ടോ മാറ്റാത്തത്. നന്നിന് മുന്നേക്കും അതെ അത് മാറ്റണ്ടെന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് തന്നെ. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളുടെ എക്സാം കഴിഞ്ഞ ദിവസമാണ്. അയ്യോ ആ കാണാൻ പറ്റണ്ടല്ലേ. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളുടെ എക്സാം കഴിഞ്ഞ ദിവസമാണ്. അതിൻ്റെ രണ്ടു ബഹളം കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു 12 മണിയായാലും നിങ്ങൾ ഉറങ്ങില്ല, അല്ലെങ്കിൽ ഒരു 9 മണി 9:30 കിടത്തി ഉറക്കണതാണ്. അപ്പോൾ ഇന്ന് എക്സാം കഴിഞ്ഞ കാരണം നന്നുവിൻ്റെ എക്സാം കഴിഞ്ഞിട്ടില്ല കേട്ടോ. നന്നുവിന് ഒരു എക്സാം കൂടെ ഉണ്ട്. മുന്നേക്ക് EVS മാത്രമേ ഉള്ളൂ. നന്നുവിന് EVS സ്പ്ലിറ്റായിട്ട് സോഷ്യലും സയൻസും ആയി. അപ്പോൾ നന്നുവിന് ഇനി സോഷ്യലും കൂടി ഉണ്ട്. അത് മൺഡേ ഉണ്ട്. പിന്നെ സമാധാനം ഉണ്ട്, റിവിഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം നാളെ ഇന്ന് പഠിപ്പിക്കുള്ളൂ. ഇന്നിപ്പോൾ മുന്നേക്ക് എന്തായാലും ഫ്രീ അല്ലേ. അപ്പോൾ അത് കാരണം നന്നിനും ഫ്രീ കൊടുത്തു. അപ്പോൾ ഇന്ന് രണ്ടുപേരും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് റിലാക്സ്ഡ് ആണ്. ഇന്ന് TV കാണാം, കളിക്കാം. പിന്നെ എന്താണ് അച്ഛയുടെ ഫോൺ, എൻ്റെ ഫോൺ ഞാൻ കൊടുക്കില്ല. അച്ഛയുടെ ഫോൺ ഇരുന്ന് കണ്ടു കുറേ നേരം. അപ്പോൾ അങ്ങനെ അവർ എൻജോയ് ചെയ്യാണ്. എക്സാം കഴിഞ്ഞത്, വെക്കേഷൻ കഴിഞ്ഞിട്ടായിരുന്നു അവർക്ക് എക്സാം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് ഇവർ വന്നപ്പോൾ തന്നെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവർ എക്സാമിന് വന്നതൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താണെന്നറിയോ, ഞാനിന്ന് അച്ഛൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഇവർ വന്നപ്പോൾ തന്നെ എനിക്ക് അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അല്ലേ പിന്നെ പോയത് ഞങ്ങളുടെ ഇവിടെ സെൻറ്റ് ജോസഫ് എന്ന് പറഞ്ഞിട്ട് കുന്നമാവിലൊരു സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിലേക്ക് നനുവിനെ മുന്നേനെ മാറ്റി. അപ്പോൾ അതിൻ്റെ ഫോം ഫില്ല് ചെയ്യാനും ഫോർമാലിറ്റീസും ഒക്കെ ഉണ്ട്. ഈ വർഷമല്ല കേട്ടോ, ഈ അക്കാഡമിക്കിലല്ല, അടുത്ത അക്കാഡമിക് ഇയർ. അത് നന്നു 5th മുന്നേ 3rd സ്റ്റാൻഡേർഡിലേക്കും ആവുന്ന ആ അക്കാഡമിക് ഇയറിലേക്ക്, അത് വരുന്ന ജൂണിൽ ഇനി അവിടെ ഇരിക്കും, ആ സ്കൂളിലായിരിക്കും. ഇപ്പോൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു CBSE സ്കൂളിലാണ്. അപ്പോൾ അവിടെ നിന്ന് മാറ്റാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. നന്നുവിനൊരു 5th വരെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഫീസ് ഈസ് നോട്ട് അഫോർഡബിൾ. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ CBSEയിൽ ചേർത്താണ്. സ്റ്റേറ്റ് തന്നെയാണ് നമുക്ക് എന്തുകൊണ്ടും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ മുന്നേ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി ഒരു സ്ലോ ലേണറാണ്. അപ്പോൾ അവനും പൊങ്ങാത്ത നമ്മൾ ഈ തുമ്പിനെ കൊണ്ട് കല്ലിടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൊച്ചിന് പറ്റുന്നത് ഏതാ അത് പഠിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ വീഡിയോ കാണാത്തവണെങ്കിൽ പോയി കാണണം. ഞാൻ നന്നുവിനെ മുന്നിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ, കാണാരൻ പോയി ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും പോയി. അപ്പോൾ എന്തായാലും ഞങ്ങൾ അപ്പോൾ അതിന് പോയിക്കായിരുന്നു ഞാൻ അച്ഛൻ്റെ കൂടെ. അപ്പോൾ കുറച്ച് ഫോംസൊക്കെ ഫില്ല് ചെയ്യാണ്ടായിരുന്നു. 2 പേരുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ കുറേ കോപ്പീസൊക്കെ സബ്മിറ്റ് ചെയ്യും. സ്കൂള് 3 months അല്ലേ, മാർച്ച് വരെ ഇപ്പോൾ ഈ സ്കൂളിലുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ പുതിയ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ അവർക്ക് ഉണ്ടാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ അവർ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഉറങ്ങുമൊന്നുമില്ല, ഉറങ്ങാനായിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഉറങ്ങണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് 2 പേരും നല്ല ഉറക്കമായി. ഉറങ്ങുമ്പോൾ എന്ത് പാവം നോക്ക് ആയിട്ടോ. ഒരു 11 o'clock ആയപ്പോഴേക്കും കിടന്ന് ഉറങ്ങി. നല്ല കളിയായിരുന്നില്ലേ, അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അധികം സ്ട്രെസ് എടുക്കേണ്ടി വന്നില്ല ഉറക്കാനായിട്ട്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നാളത്തെ കണ്ടൻറ്റ് എന്താണെന്ന് ഞാൻ ആലോചിക്കും. നാളെ ഇവരിവിടെ ഉണ്ട്, ട്യൂഷനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇവരുടെ ഒപ്പിക്കലൊക്കെ നോക്കട്ടെ കേട്ടോ. അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്യാപ്ചർ ചെയ്യാം. പുറകെ ഫോണായിട്ട് ചെന്നാൽ പ്രത്യേകിച്ച് മുന്നേ ഒപ്പം ഓടിക്കളയും. അപ്പോൾ അത് കാരണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും